ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഉച്ചയ്ക്ക് 12:30 ഒരു കിടിലൻ വീഡിയോ വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ആണിത്. ഇതിപ്പോൾ മെയിൻ വീഡിയോ ആണ്, എല്ലാവരും കയറി കാണണം. അപ്പം ആദ്യം നമ്മൾ ഈ രണ്ട് വണ്ടിയും ഒന്ന് ചെറുതായിട്ട് പണിയൊക്കെ ഉണ്ട്, സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാനാണ്. അപ്പോൾ വയനാടിനകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്, ഇവിടെ ബൂംസ്റ്റർ എന്നുള്ളൊരു സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ വയനാടിനകത്ത്. പിന്നെ നമ്മൾ വയനാടിനെ തൊട്ടിക്കാൻ വേണ്ടി ഒരു നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊമ്പനകത്ത് നെറ്റിപ്പട്ടം വെക്കുന്നുണ്ട്, അതിനുള്ള സാധനം ഇത് റെഡി ആക്കിയിട്ടില്ല. കൊമ്പനകത്താണ് ഇനി കുറേ പണികളൊക്കെ ഉണ്ടോ. ഇവിടെ കണ്ട് ഇവിടെ പൊട്ടിപ്പോയിട്ട് ഞാൻ അവിടെ സാധനം പീസ് വെച്ചേക്കുവാണ്. അതിന് കാർബോർഡൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അവിടെ അതൊക്കെ ചെയ്യണം. പിന്നെ ഡോറുണ്ടോ, ഇവിടെ കൂടിപ്പോയിട്ടുണ്ട്, അതൊന്ന് കുറയ്ക്കണം. പിന്നെ ഈ കൊമ്പ് ചെറുതായിട്ട് റെഡിയാക്കാനുണ്ട്. പിന്നെ ടോപ്പ് ലൈറ്റ് ഇതേപോലത്തെ സാധനം കൊമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് വൈറ്റ് കളറാണ്, ബ്ലാക്ക് അടിക്കണം അതിന്. ഇതിൻ്റെ പണി ഫുൾ കഴിഞ്ഞത്. ഇനി ആ മറ്റേ ബൂംസ്റ്ററിനുള്ള സ്റ്റിക്കറും കൂടെ അടിച്ചാൽ ഫുൾ കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് കുറേ പണിയുണ്ട്. നമ്മൾ നെയിം ബോർഡ് ആ പുതിയത് ഇതിൻ്റെ അതേപോലെ ചെയ്തു. ലൈറ്റ് ലിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ലിപ്പ് ചെറുതായിട്ട് ചെരിഞ്ഞു പോയി, അതൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതെല്ലാം കൂടി റെഡിയാക്കുമ്പോഴത്തേക്ക് ഈ വീഡിയോയ്ക്കകത്താണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്നാണ്, ആരും സ്കിപ്പ് അടിക്കരുത്. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കണം. അപ്പം നമുക്ക് പണിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ബൂംസ്റ്ററിൻ്റെ സ്റ്റിക്കർ അടിക്കാൻ പോവുകയാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നെറ്റിപ്പട്ട നമുക്ക് പിന്നെ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, വയനാടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി കൊമ്പൻ്റെ പണിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊമ്പൻ്റെ അവസ്ഥ. ആദ്യം തന്നെ നമ്മൾ ഈ ലിപ്പ് അങ്ങ് ഊരുക കേട്ടോ. ഈ ലിപ്പ് തന്നെയാണ് നമ്മൾ തിരിച്ചു വെക്കുക, പക്ഷേ ഇത് ഫുൾ ചെരിഞ്ഞ് പൊളിഞ്ഞിരിക്കുക. സെറ്റ് ലിപ്പ് നമ്മൾ ഊരിയെടുത്തു, അതിൻ്റെ മടക്കൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു, അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ഇവിടെ കാണിച്ച ഈ പീസ് അതങ്ങ് ഊരുവാണ്. ഊരിയപ്പോൾ ഇതാണ് അവസ്ഥ, ഇത് ഫുൾ പോയി. നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ടയർ ഊരണം. ഞാനിപ്പോൾ അത് ഊരിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ടയർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ആ ടയറിനകത്തുള്ള സ്റ്റാപ്ലറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, അത് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. വീഡിയോ കാണുന്നവർ ലൈക്കും കൂടെ അടിക്കണേ. പിന്നെ ഇതുണ്ടോ, ഇത് ഊരുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ്, അപ്പോൾ ഞാൻ ഊരിയിട്ട് കാണിച്ചു. ഇപ്പോൾ ഗൈസ്, ആ സ്റ്റാപ്ലറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, ഇപ്പോൾ നല്ല ക്ലിയറായി. ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇവിടെ മൊത്തം കീറി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡോറ്, അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ട് ഫുൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഡോറ് നമ്മൾ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിലാക്കിയെടുത്തു. ഇപ്പം സൈഡത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ടയർ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വീതി കുറയ്ക്കരുത് നമ്മൾ ചെയ്തത്, കാരണം ഇതിവിടെ ഒട്ടിപ്പോയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി വെട്ടിയിട്ട് നമ്മൾ അവിടേക്ക് ഇങ്ങനെ ആക്കിയെടുത്തു. നമ്മളിത് വീണ് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റാപ്ലർ വെച്ച് തന്നെയാണ്. സ്റ്റാപ്ലർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഇതാണ്. അപ്പോൾ ഈ ടയർ നമ്മൾ ഇവിടെ തന്നെ പിടിപ്പിക്കും. അത് പിടിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ടായിരുന്നത്. എന്നിട്ട് ബാക്കി വീഡിയോ പിന്നെ ആയിരിക്കും വരിക. അപ്പം ഗൈസ്, ചെറുതായിട്ട് സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചേച്ചീൻ്റെ റൂമിലോട്ട് വന്നു. അവിടുന്ന് സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, ഇപ്പം എടുത്തുകൊണ്ട് വരാം. കാരണം അവിടെ ഭയങ്കര ശബ്ദവും ഇതൊക്കെയാണ്. അപ്പം ഞാൻ അങ്ങ് എടുത്തുകൊണ്ട് വരാം. അവിടെ മൊത്തം വൃത്തികേടായി കിടക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൊമ്പനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വയനാട് ഞാൻ താഴെ ഇറക്കി വെച്ചേക്കുവാണ്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ടയറൊക്കെ ഒട്ടിച്ചിട്ട് വെച്ചൊടിച്ചിട്ട് ഈ സെലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ സീൽ ചെയ്യും, അല്ലെങ്കിൽ അത് ഉണങ്ങില്ല. എന്നിട്ടത് നാളെയാണ് പറിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഒട്ടിക്കുന്ന കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ കുറച്ച് പശ തേക്കണം. ഞാൻ തേക്കട്ടെ. ഇച്ചിരി ടൈം എടുക്കുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത്. നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ റിങ്ങിൽ അവിടെ തേച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, അവിടെ തേച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഈ ഡോർ അവിടെ ഒട്ടിച്ച് വെക്കണം. നമ്മളവിടുന്ന് വലിച്ചു പറിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഡോർ ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പശയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അവിടെ കണ്ടോ, ഇപ്പോൾ അവിടെ തേച്ച് വെച്ചൊക്കെ കാണാം. ഞാൻ ഇച്ചിരി സൂം ചെയ്തു. അപ്പം നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നില്ലേ ഇത്?
അപ്പം ഇനി ഞാൻ ഇന്നത്തെ ടയർ ഒട്ടിക്കട്ടെ. ഇതെൻ്റെ ആദ്യത്തെ മെയിൻ വീഡിയോ ആണ്, അതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ടയർ ഒട്ടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡോറിൻ്റെ അവിടെയുള്ള നടുക്കത്തെ ആ വിടവിലും പിന്നെ ടയറിൻ്റെ മണ്ടയിൽ കൂടി സെലോ ടേപ്പ് വെച്ച് കവർ ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ സീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കൊമ്പൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ഇവിടെ ഇങ്ങനെ സീൽ ചെയ്തു സെലോ ടേപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് നെക്കി കൊടുത്തു. ഇവിടെ ഫെവിക്കോളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ചാൽ കാണാൻ സാധ്യതയില്ല, കാരണം ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, വീഡിയോയിൽ കൂടെ കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരുന്നതാണ്. സീ യു സൂൺ ഗൈസ്.